നമസ്കാരം. കാപ്പിലറി ആക്ഷൻ മൂലമുള്ള ലീക്കിന് ഒരു പരിഹാരം എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരുപാട് പേര് കുറേ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആ സംശയങ്ങൾക്കുള്ള മറുപടി പറഞ്ഞുതരാം. വാ. ഇതാണ് കാപ്പിലറി ആക്ഷൻ മൂലം ഉണ്ടാകുന്ന ഒരു ഡാമേജിൻ്റെ ഒരു പ്രത്യേകത. ഇത് താഴെ നിന്നുള്ള വെള്ളം അതിന് പൊക്കത്തേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാകുകയും ആ ടെൻഡൻസി മൂലം അത് ഇതുണ്ടാവും, ഇതുപോലെ ബബിൾസ് ഉണ്ടാക്കി അത് പുറത്തേക്ക് തള്ളി വരുന്നതാണ് ശരിക്കും ആക്ച്വലി കാപ്പിലറി ആക്ഷൻ മൂലമുള്ള ലീക്ക് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു വെച്ചാൽ ഇപ്പം നമ്മുടെ നാട്ടിലുള്ള വീടുകളെല്ലാം പ്ലാസ്റ്റിക് എമൽഷൻ പോലുള്ള കോട്ടിംഗ് പെയിൻറ്റ്സ് ആണ് അടിക്കുന്നത്. ഈ പ്ലാസ്റ്റിക് എമൽഷൻ പോലുള്ള കോട്ടിങ് അടിക്കാൻ നേരത്ത് ഒരു അപകടം ഇതാണ്. പിന്നെ ഇതിൽ പായൽ പിടിക്കില്ല എന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. പക്ഷേ ഇതുപോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ നേരത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എഡ്ജിൽ ഒരു കത്തി കൊണ്ടൊരു വര വരച്ച് പോയാലും മതി, ഏറ്റവും മൂലയ്ക്ക്. അതെന്തിനാണെന്ന് വെച്ചാൽ ആ പെയിൻറ്റിൻ്റെ ലെയറിനെ കട്ട് ചെയ്ത് കളയാൻ വേണ്ടി മാത്രം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ചെയ്താൽ ബെസ്റ്റാണ്. കാരണം പിന്നെ നിങ്ങൾ പേടിക്കണ്ട. പിന്നെ കുറച്ചുകൂടി ഡെപ്ത് തന്നെ ഉണ്ട്. കുറച്ചുകൂടി സിവിക് കേസ് ആണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത് എന്താണ്, കുറച്ചുകൂടി ഡെപ്തിൽ നിങ്ങൾ കട്ടർ വെച്ച് കട്ട് ചെയ്യണം എന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ ചോക്ക് ബോർഡ് ഇടണം എന്ന് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ആ ഗ്യാപ്പ് ഫില്ലായി പോകാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾക്ക് ഒരു ചോക്ക് ബോർഡ് ഇട്ടില്ലെങ്കിൽ അതിനൊന്നും സംഭവിക്കാൻ പോണില്ല. അപ്പം നിങ്ങൾക്ക് അതില്ലാതെ ആണെങ്കിലും ചെയ്യാൻ സാധിക്കും.